ഹായ് ഗായ്സ്, ഇന്ന് ഞങ്ങൾക്കിവിടെ ഒരു തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച എന്ന് പറയുന്നത് ജർമ്മനിയിൽ നോർമലി തിങ്കളാഴ്ചകൾ അവധിയൊന്നും ഉണ്ടാവാറില്ല. ബട്ട് ഇന്ന് ഞങ്ങൾക്കിവിടെ അവധിയാണ്. ഇന്ന് ഞങ്ങൾക്ക് പെന്തക്കുസ്തയുടെ പിറ്റേ ദിവസം ആയതുകൊണ്ട് ജർമ്മനിയുടെ ഫ്രീ ആയിട്ട് തന്നേക്കാണ്. അപ്പോൾ ഇന്നിവിടെ കടകളും വണ്ടികളും ഒക്കെ മൊത്തത്തിൽ കുറവാണ്. പിന്നെന്താ, ഇന്ന് ഭയങ്കര സണ്ണി ആയിട്ടുള്ളൊരു വെതറാണ് ഇവിടെ. ഭയങ്കര സണ്ണി എന്ന് പറഞ്ഞാൽ കണ്ടോ, സൺ കിസ് ചെയ്തുകൊണ്ടിരുന്നിട്ട് നമ്മൾ കരിഞ്ഞു പോകും, ആ മാതിരി സണ്ണാണ്. സോ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ പള്ളിയിലേക്ക് പോകണേ. കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇന്ന് കടകൾ അധികം തുറക്കാത്തത് കൊണ്ടും പിന്നെ നല്ലതായിട്ട് ദാഹം ഉണ്ടാവുന്നത് കൊണ്ടും ഞാൻ വിചാരിച്ചു ഒരു കുപ്പി വെള്ളം പിടിക്കാമെന്ന്. സോ അങ്ങനെ പോവാണ്. പിന്നെന്താ, എതിരെ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ബൈക്ക് പോണ ആൾക്കാരുണ്ട്, ബൈക്കിൽ പോണ ആൾക്കാർ, കാറിൽ പോണ ആൾക്കാർ, അങ്ങനെയൊക്കെയാണ്. ആൻഡ് ഇതാണ് എൻ്റെ സ്ഥലത്ത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകൾ. ഇപ്പോൾ പ്രത്യേകിച്ച് ആൾക്കാരൊന്നുമില്ല. പിന്നെ രണ്ടുപേര് സഹോദരങ്ങൾ, അപ്പനും മോനും കൂടിയിട്ട് സൈക്കിളിൽ ഓടിച്ച് പഠിക്കുകയാണ്. കണ്ടോ, അത് കാണുന്നതാണ് അപ്പനും അമ്മയും. അപ്പനും അമ്മയല്ല, അപ്പനും മോനും. ആൻഡ് നമുക്ക് ഇനി എവിടേക്കാണ് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോ വി ഹാവ് ടു ഗോ ടു നമ്മുടെ പള്ളിയിലേക്ക് പോകണ വഴിയിലേക്ക് പോകാം. സൈലൻ്റായിട്ട് നിന്ന് കഴിഞ്ഞാൽ പള്ളിയുടെ മണികളൊക്കെ കേൾക്കാൻ പറ്റും. ഇവിടെ ആക്ച്വലി ഭയങ്കര ഒരു കാട് പോലത്തെ സ്ഥലമായിരുന്നു. ഈ വേലിയൊക്കെ വെട്ടി അവർ കാട് പോലത്തെ സ്ഥലം വെട്ടി തെളിച്ച്, എനിക്ക് തോന്നുന്നത് ഫ്യൂച്ചറിൽ ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാവാം. വെച്ച് പിന്നെ ഇപ്പം ഞാൻ പോണ വഴി കണ്ടോ, ഇടുങ്ങിയൊരു വഴിയാണ്, പക്ഷേ നല്ല രസമുള്ള വഴിയാണ്. ഞാൻ മോസ്റ്റ് കോമൺലി അപ്പുറത്തെ വഴിയുടെ പോവാറ്. ബട്ട് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പോകുന്നതാണ് ഈ വഴി കൂടെ. കുറച്ച് നടന്നുള്ളൂ, അപ്പോഴേക്കും കിതച്ചു. പ്രായമായി എന്ന് തോന്നുന്നുണ്ട്, അതിൻ്റെ എന്ന് തോന്നുന്നുണ്ട്. ആൻഡ് വെള്ളമൊക്കെ ഇട്ടതുകൊണ്ട് ചൂടിന് കുറച്ച് ശമനം ഉണ്ടാവും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. സോ ജർമ്മനിയിലെ ക്ലീവിലെ ഒരു ഈവനിങ്ങിൽ ഇങ്ങനെയൊക്കെയാണ്. ഈവനിങ് അല്ല, മോർണിംഗ് ആണ്. ഇപ്പോൾ ഏകദേശം സമയം പറയുകയാണെങ്കിൽ 11:19 ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു അവസ്ഥയാണ് ഇവിടെ. ആൻഡ് ഇവിടെ ഫുള്ള് റെസ്റ്റോറൻറ്റ് തുറന്നിട്ടുണ്ട്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിലെ ആൾക്കാർ ഭക്ഷണം കഴിക്കലും പരിപാടികളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അവന്മാർ നടക്കുന്നുണ്ട്. സൈക്ലിങ് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ആൾക്കാർ വന്നിട്ടുണ്ട്. ഒരുവിധ ആൾക്കാരും ഭക്ഷണം കഴിക്കാൻ തന്നെയാണ് ഇവിടേക്ക് വന്നേക്കണത്. ഇത് കഫേ സോൾ എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റാണ്, കഫേയാണിത്. പിന്നെ അവിടെ ഇവിടെയും കുറേ വണ്ടികളും ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ മ്യൂസിയം ഹൗസ്, കൊക്കോ ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമാണ്. ഇവിടെ കല്യാണം പരിപാടികളൊക്കെ നടക്കേണ്ട ഒരു സാധനമാണ്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് ചെയിൻ ഉണ്ട്, അങ്ങനത്തെ കമ്മല എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട്, എന്തൊക്കെയോ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഇതൊരു ഫോട്ടോൻ്റെ ഒരു കടയാണ്. അത്യാവശ്യത്തിന് ഫോട്ടോൻ്റെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലം. പിന്നെ മുന്നിൽ കുറേ ആൾക്കാർ പോകുന്നുണ്ട്, അപ്പുറത്തോടെയും ഇപ്പുറത്തോടെയും കുറേ ആൾക്കാർ പോകുന്നുണ്ട്. കുറേ പേര് നമ്മളെ നോക്കുന്നുണ്ട്, കുറേ പേര് നമ്മൾ നോക്കാണ്ട് പോകുന്നുണ്ട്. കണ്ടതും മിക്കവാറും കടകളൊക്കെ ഇവിടെ അടച്ചിട്ടേക്കുക, അധികം ആൾക്കാരും ഇല്ല. ആ റെസ്റ്റോറൻറ്റിൽ മാത്രമാണെന്ന് കുറച്ച് ആൾക്കാരുള്ളൂ. സോ ലെറ്റ്സ് ഗോ. സോ ഈ കാണുന്നതൊരു പള്ളിയാണ്. ഈ പള്ളി കുറച്ച് കാലമായിട്ട് അടച്ചിട്ടേക്കാണ്. അപ്പം അതിൻ്റെ അവിടെ റെസ്റ്റോറൻറ്റ്, കഫേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മരങ്ങളൊക്കെ പൂത്തിളഞ്ഞു തുടങ്ങി, പച്ചക്കളറായി തുടങ്ങി. ഇത് പള്ളിയുടെ അടുത്തുള്ളൊരു ബിൽഡിങ്ങാണ്, ഈ കാണുന്ന ബിൽഡിങ്. ഇതിൻ്റെ അടുത്താണ് പള്ളിയിൽ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ അവിടെയാണ് ഹാള് പോലെ ഉപയോഗിക്കണവർ. പിന്നെ ഇവിടെ കസാരയും ടേബിളും കാര്യങ്ങളൊക്കെ വിത്ത് കുട അവർ വെച്ചിട്ടുണ്ട്. സീറ്റും കാര്യങ്ങളൊക്കെ, സൈക്കിള് റൈഡേഴ്സൊക്കെ വന്നിട്ട് ഫുഡ് അടിച്ച് പോണ സ്ഥലമാണിത്. ആൻഡ് ഇവിടെ പന പോലത്തെ ചെറിയൊരു ചെടി വളർന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇത് കണ്ടോ, ഷേപ്പൊക്കെ ആക്കിയിട്ട്. പിന്നെ അവിടെ ചെറിയൊരു ഫൗണ്ടൈൻ ഉണ്ട്. പിന്നെ ഒരു അപ്പാപ്പൻ പട്ടീനായിട്ട് പോയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒരു അപ്പാപ്പൻ ഒരു വണ്ടിയിൽ, സൈക്കിളിൻ്റെ ബാക്കിൽ ചെറിയൊരു കരിയർ പോലത്തെ സാധനം വെച്ചിട്ട് ഉരുട്ടിക്കൊണ്ടുകൊണ്ട് കാണാം. അതൊക്കെ ഇവിടുത്തെ കാഴ്ചകളാണ്. ഇവിടെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് ഇവർ ഉപയോഗിക്കണം. ചെറിയൊരു കൈൻഡ് ഓഫ് ട്രോളി പോലത്തെ സാധനമാണത്. സീരിയസ്. ഈ സെൻറ്ററിലധികം കടകളൊന്നും തുറന്നിട്ടില്ല എന്ന് പറഞ്ഞാലും
അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുഞ്ഞു കടകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ നോർമലി ഐസ്ക്രീമും അതിൻ്റെയൊക്കെ ആയിട്ടുള്ള കടകളാണ് ഈ കാണുന്ന കട. പിന്നെ അവിടെ കുറേ ആൾക്കാർ നടന്നു പോകുന്നുണ്ട്. പിന്നെയുള്ള ഒരുന്നും കടകളൊക്കെ ക്ലോസ്ഡ് ആണ് ഇവിടെ, ഇന്ന് ഫ്രൈ ആയതുകൊണ്ട്. സോ ഇനി പോകുന്നത് വേറൊരു സ്ട്രീറ്റിലേക്കാണ്. ഈ സ്ട്രീറ്റ് ഇവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കാസ്റ്റലിൻ്റെ മുൻപിലേക്കൊക്കെ എത്തും. ഇവിടെയും നമുക്ക് 2-3 റെസ്റ്റോറൻറ്റ് പോലത്തെ സാധനങ്ങളൊക്കെ കാണാം. ബീറ്, കാപ്പി കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഇവിടെ ആൾക്കാർ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഒരു പഴയൊരു ബൈക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടോ, അടിപൊളിയുണ്ട് വണ്ടി. കണ്ടില്ലേ, നല്ല രസമുണ്ട് വണ്ടി. പിന്നെ ഇവിടെയും ടേബിളും കസേരകളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു പഴയ ചക്രം, എനിക്ക് തോന്നുന്നുണ്ട് പഴയ കാലത്ത് ഉണ്ടായിരുന്നിട്ടുള്ള ആൾക്കാർ ഉപയോഗിച്ചിരുന്ന വല്ല ടയർ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആവാനാണ് ചാൻസ് കൂടുതൽ. അതന്നെ. സോ ഈ വഴി നേരെ പോകുന്നത് നമ്മൾ കാണാൻ പറ്റുന്ന ആ കാസ്റ്റിൽ, അതിൻ്റെ ആ ഒരു സൈഡിലേക്കാണ് ഈ വഴി എത്തണത്. സോ ഇതാണ് ക്ലീവൻ്റെ കാസിൽ. അടിപൊളിയല്ലേ, നല്ല സണ്ണി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പള്ളിയിലേക്ക് എത്താൻ ലേറ്റാവും. സോ പിന്നെ 3 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് പള്ളിയിലേക്ക് എത്തണം. സോ ഐ എം ഗോയിങ്. ആൻഡ് ചെറിയൊരു കയറ്റം കഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ പള്ളിയിലേക്ക് എത്തുള്ളൂ. ഈ കാണുന്ന ഒരു ഇറക്കമാണ്. ഈ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് ഇറക്കം, അങ്ങോട്ട് കയറ്റം. സോ നമ്മൾ പള്ളിയിൽ അവിടേക്കും ഓൾമോസ്റ്റും എത്തി. ആൻഡ് ഈ കാണുന്നതാണ് നമ്മുടെ പള്ളി. സോ പള്ളിക്ക് 2-3 എൻട്രൻസ് ഉണ്ട്. ഞാൻ നോർമലി കയറാറുള്ള അപ്പുറത്തെ സൈഡ് കൂടെ, പക്ഷെ ഇന്ന് ഈ വഴിയുടെ വന്നതുകൊണ്ട് നമ്മൾ ഈ എൻട്രൻസ് വഴി കയറുകയാണ്. സോ പള്ളിയുടെ ഒരു ആംബിയൻസ് ആണ് ഈ കാണുന്നത്. പള്ളിയുടെ പരിസരം പുല്ലൊക്കെ വളർന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ബട്ടൺ കിടന്നുറങ്ങുന്നു. പിന്നെ ഇവിടെ കൺസ്ട്രക്ഷൻ ആണെന്ന് തോന്നുന്നുണ്ട്. കുറച്ച് കാലമായി കൺസ്ട്രക്ഷൻ. നമുക്ക് ഈ വഴിയോടെ പോകാം. അല്ലെങ്കിൽ ഇവിടെ വല്ല ഡോഗ്സിൻ്റെ ഷിറ്റ് ഉണ്ടാവും ചിലപ്പോൾ. പറഞ്ഞപ്പോൾ ഒരു ഡോഗും ഒരു മാനും വരുന്നുണ്ട്. സോ അങ്ങനെ നമ്മൾ പള്ളിയിലേക്ക് എത്തി. ഇനി മെല്ലാണ് കുർബാനയ്ക്ക് പോകാൻ നിൽക്കുകയാണ്. സോ ഇതാണ് ഇവിടുത്തെ പള്ളി. ആൻഡ് ഫ്ലാഗൊക്കെ ഉണ്ടോ. സോ ഐ ഹോപ്പ് ഈ സൈഡിലുള്ള വാതിൽ തുറന്നിട്ടുണ്ടാവുമെന്നാണ് വിശ്വസിക്കണേ. നമുക്ക് നോക്കി നോക്കാം. കുറേ വയസ്സായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ കൂടുതലും. സോ നമ്മുടെ നാട്ടിലെ സ്തോത്ര കാഴ്ചയല്ലേ, അതുപോലത്തെ ഒരു പരിപാടിയാണ്. ഒരു കപ്പ്യാരും പിന്നെ ഒരു ആൾത്താര പോയും ആണ് കുർബാനയ്ക്ക് സ്തോത്ര കാഴ്ച കളക്ട് ചെയ്യണത്. ആൻഡ് ഇത് കുർബാന കൊടുക്കുന്ന സമയമാണ്. നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം അധികം യങ്സ്റ്റേഴ്സ് കുറവാണ് പള്ളിയിൽ, കൂടുതലും വയസ്സായ ആൾക്കാരാണ്. ആൻഡ് ഇത് തലേദിവസം ഒരു കുർബാന സ്വീകരണം നടന്നു. അപ്പം അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ പെന്തക്കോസ്തയുടെ ആഘോഷത്തിൻ്റെ ഒരു ഭാഗവും ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇതാണ് ഇവിടുത്തെ അൽത്താര. പിന്നെ കുർബാന സ്വീകരണം കാരണമാണെന്ന് തോന്നുന്നുണ്ട് ഈ ലെഫ്റ്റിൽ ചെറിയ തെർമക്കോളിൻ്റെ ഇതിൽ ഇങ്ങനെ വെച്ചേക്കണേ. നമ്മുടെ നാട്ടിൽ മുട്ടുകുത്തില്ലേ കുർബാന സ്വീകരണത്തിന്, ആ സ്ഥാനമാണ് ഈ കാണുന്ന സാധനം ഡെക്കറേറ്റ് ചെയ്തിട്ട്. അങ്ങനെ നമ്മുടെ പള്ളിയിലെ കുർബാനയൊക്കെ കഴിഞ്ഞു. നിങ്ങൾക്ക് കുർബാനയിൽ ശ്രദ്ധിച്ചാൽ കാണാം ഭയങ്കര കുറവ് ആൾക്കാരും പിന്നെ ഉള്ള ആൾക്കാർ ഫുള്ള് വയസ്സായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഇവിടെ കുർബാനയ്ക്കൊക്കെ വരാറ്. പിന്നെ ചെറുപ്പം ആൾക്കാരൊക്കെ കുറേ പേരും തിരക്കൊക്കെ ആയി ജോലിക്ക് ആയി അവർക്ക് കുർബാനയ്ക്ക് കൂടെ ഉണ്ടാകുന്നുള്ളൊരു ഫീലായിട്ടുള്ള കുറേ ആൾക്കാരൊക്കെയാണ്. പക്ഷെ എന്നാലും ആൾക്കാരുണ്ട്, വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, ഇല്ലയെന്നല്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഭയങ്കര കുറവാണ്. സൗണ്ട് ചെക്കിങ്. അങ്ങനെ പള്ളിയിലത്തെ കുർബാനയും
പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇന്ന് പെന്തക്കോസ്തായുടെ പിറ്റേ ദിവസമായതുകൊണ്ട് ഒരു സ്പെഷ്യൽ മാസമായിരുന്നു, പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഏകദേശം ഒരു സമയം പറയുകയാണെങ്കിൽ 12:26. ഞങ്ങൾക്ക് സമയം നോക്കി കാണില്ല, കാരണം ഭയങ്കര വെയിലായതുകൊണ്ട് എൻ്റെ സ്ക്രീൻ കാണില്ല വാച്ചിൻ്റെ. സോ 12:26 സമയം. നമ്മൾ വന്ന വഴി ഓർമ്മ ഉണ്ടോ? അങ്ങനെ കയറിയിട്ടാണ് വന്നത്. സോ നമ്മൾ ഈ വഴിയോടെയാണ് ഇപ്പോൾ തിരിച്ചു പോകണേ. നമ്മൾ അവിടെ കയറ്റം കയറിയിട്ട് ഒരു കയറ്റം എന്ന് പറഞ്ഞില്ലേ, ആ കയറ്റം വേണ്ടി നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. സോ ഇന്നത്തെ പരിപാടികൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ചുമ്മാ അങ്ങോട്ട് കിടക്കുക. പിന്നെ ക്യാമറ എടുത്തിട്ടുണ്ട്, അപ്പോൾ അതിൽ ജസ്റ്റ് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുക. അതൊക്കെയാണ് നമ്മുടെ ടൈം പാസ്. സോ ഇതാണ് നമ്മുടെ ഇറക്കം. നമ്മളെപ്പോഴോ നല്ല ഫ്രെയിം കിട്ടുന്നു അവിടെ നിർത്തി നമ്മൾ ഫോട്ടോ എടുക്കും. ഓക്കെ, സോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ മൊത്തത്തിൽ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ്. അധികം ആൾക്കാരൊന്നും പുറത്തേക്ക് ഇറങ്ങാനില്ല, എല്ലാവരും റെസ്റ്റ് എടുക്കുകയാണ്. വീക്കെൻഡൊക്കെ പോലത്തെ ഒരു ദിവസമാണ്, ലോങ് വീക്കെൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ശനി ഞായർ തിങ്കൾ 3 ദിവസം അവർക്ക് അടുപ്പിച്ച് കിട്ടിയിട്ടുണ്ട്. സോ എല്ലാവരും ഇങ്ങനെ വീട്ടിൽ കുത്തിരിക്കലും റെസ്റ്റ് എടുക്കുന്ന പരിപാടികളൊക്കെയാണ്. എന്നാലും വിനോദസഞ്ചാരികൾ അവിടെ നിന്നൊക്കെ വരുന്നുണ്ട്. അതൊക്കെ തന്നെ. ഞങ്ങളുടെ ഈ സ്ഥലം ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലത്തെ ഒരു സ്ഥലമാണ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ഇവിടുത്തെ വീടുകളൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലം. കൂടുതലും ഇങ്ങനത്തെ വീടുകളൊക്കെയാണ് ഇവിടെ കാണാൻ പറ്റുക. ഇങ്ങനത്തെ ഉണ്ട്, ഇങ്ങനെ സിംഗിളായിട്ടുള്ള ഇതുണ്ട്. ഇത് അപ്പാർട്ട്മെൻറ്റ് പോലത്തെ വീടുകളൊക്കെയാണ്. അല്ലാണ്ട് സിംഗിളായിട്ടുള്ള വീടുകളൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ലാന്നല്ല. ഈ ഒരു സാധനം ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, യൂതന്മാരുടെ ഒരു ചെറിയൊരു സെറ്റപ്പാന്ന് പറഞ്ഞിട്ട്. അന്ന് സിനോഗോഗൻ പ്ലാറ്റ്സ് എന്ന് പറഞ്ഞിട്ട് സാധനം കണ്ടോ, പണ്ട് അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്ഥലം തന്നെയാണിത്. പെട്ടെന്ന് ചുമ വന്നു. ആൻഡ് നമുക്കിവിടെ വൈൽഡ് റോസാപ്പൂക്കൾ വിടർന്നത് നിൽക്കുന്നത് കാണാം. സോ നല്ലൊരു ആംബിയൻസാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. ഇതിൽ നമുക്ക് നൈസായിട്ട് ഫോട്ടോ എടുക്കാം. അതിൻ്റെ ബാക്കിൽ ഈ ഇതുള്ള ഒരു സീനാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. സോ ആ സാധനമൊന്നും ഇതിൽ കാണിക്കില്ല, ബട്ട് ഫോട്ടോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ സ്നാപ്സോ എന്നൊരു സാധനമുണ്ട്, ബെഞ്ചമിൻ സ്നാപ്സോ. ആ അക്കൗണ്ടിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യും. അതൊക്കെയാണ് എൻ്റെ പരിപാടികൾ. യുനോ, ഈ ഭാഗത്ത് ആരുമില്ല. സോ ഞാൻ വിചാരിച്ചത്ര ഒരു ഫോട്ടോ ആ ഭാഗത്ത് നിന്നിട്ട് കിട്ടിയില്ല. സോ ഞാൻ വിചാരിച്ചു എന്തിനാ വെറുതെ അവിടെ പോയിട്ട് നിൽക്കണേ, ഫോട്ടോ എടുത്ത് വെയിൽ കൊണ്ട് ടാൻ അടിച്ച് തൈ എടുക്കണ്ടെന്ന് വെച്ച് ഞാൻ മെല്ലെ ഇവിടെ ഒരു ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. സോ ഈ കാസിലിൻ്റെ അവിടെ ചെറിയൊരു ബെഞ്ചുണ്ട്. സോ അവിടെ കുറച്ച് നേരം ഇരിക്കാം, പിന്നെ കുറച്ച് നേരം വെറുതെ ഇരുന്ന് സംസാരിക്കാം എന്നാണ് എനിക്ക് തോന്നിയത്. സോ ഞാൻ എൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ ഊരി വയ്ക്കും. ഈ ബാഗിൽ എൻ്റെ ഈ കണ്ട ബാഗിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഡിക്കാത്തലോൻ്റെ ഒരു ബാഗാണ്. ഈ ബാഗിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കന്യ എനിവൺ ഗസ്, ഇതിൻ്റെ ഉള്ളിൽ ഗിംബാലാണ്. ഗിംബാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ വീഡിയോസ് എടുക്കുമ്പോൾ ഷെയ്ക്ക് ഉണ്ടാവാതിരിക്കാനുള്ള ഒരു സാധനമാണ് നമ്മൾ ഗിംബാൽ. നമ്മളിപ്പോൾ നോർമലി ഫോണിനും DJIയുടെ ഗിംബാലുകൾ ഇതിൻ്റെയൊക്കെ കുറേ ഗിംബാലുകളൊക്കെ വന്നിട്ടുണ്ട്. ബട്ട് ഇത് DJIയുടെ ഗിംബാലാണ്. നമ്മുടെ ക്യാമറ ഗിംബാൽ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന്. പിന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോ എന്നെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടാവും, ആദ്യമില്ലാത്ത ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ആൾക്കാരുണ്ടാവും. ഭയങ്കര ലീസ്റ്റ് ചാൻസ് ഓഫ് പ്രോബിലിറ്റിയാണ് എന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ. ഞാൻ ഇടയ്ക്ക് ഷോർട്സും റീലും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്, ബട്ട് അങ്ങനെ ലോങ് വീഡിയോസൊന്നും ഇടാറില്ല. പിന്നെ ഭയങ്കര കൺസിസ്റ്റൻ്റായിട്ട് തന്നെ ഇടാറുമില്ല. സോ ഞാൻ മിക്കവാറും ഇനി വരാൻ പോണ എല്ലാ വീക്കുകളിലും ഓരോ വീഡിയോസായിട്ട് ഇങ്ങനെ ഇറക്കണം എന്നുള്ള ഒരു ആഗ്രഹമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. സോ മിക്കവാറും ഇനി വരാൻ പോണ വീക്കെൻഡുകൾ മിക്കവാറും ഒരു വീഡിയോ വെച്ചിട്ട് അറ്റ്ലീസ്റ്റ് എല്ലാ ആഴ്ചയും ഇടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നടക്കണമെന്നൊന്നുമില്ല, ബട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കുകയാണ്. അപ്പോൾ ഇത് കാണാൻ ആഗ്രഹിക്കുന്ന എൻ്റെ സഹോദരങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ വാച്ച് മൈ വീഡിയോസ് ഓൺ യൂട്യൂബ്. സോ യൂട്യൂബിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോയി കൊടുക്കാം. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവിടെ കയറിയിട്ട് ചെക്കൗട്ട് ചെയ്യാം. അതന്നെ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ കാസ്റ്റലിൻ്റെ അടുത്ത് 2 അപ്പാപ്പൻ്റെ മാമാരും നടന്നു കൊണ്ട്,
പിന്നെ ഇതാണ് കാസിൽ. നല്ല വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഈ സ്ഥലത്ത് ഒറ്റയ്ക്കാണ്. പിന്നെന്താ, അതൊക്കെ തന്നെ വിശേഷം. ഇനി പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. സോ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ചിലപ്പോൾ ലെങ്ത്തുള്ള വീഡിയോസ് ആവും, ചിലപ്പോൾ ലെങ്ത്ത് കുറഞ്ഞ വീഡിയോസ് ആവും, ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആ ചേച്ചി കാസ്റ്റിലുള്ള ഫോട്ടോ എടുക്കണം, കണ്ടോ? അതിഗംഭീരമായ ഒരു കാസ്റ്റിലാണ് ഈ കാണുന്ന കാസിൽ. ഇത് നമുക്ക് ഇവിടെയുള്ള ജർമ്മനിയിലുള്ള ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ കുറേ കുഞ്ഞ പള്ളികൾ, കാസിലുകൾ, കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. സോ എല്ലാറ്റിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. ഓരോ സ്ഥലത്തും ഓരോ ഭടന്മാരും ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ സ്ഥലത്തുള്ള പുള്ളിയാണ് ഈ പുള്ളിയുടെ പേരാണ് ഫെഡറിഷ്. പുള്ളിക്കാരൻ മരിച്ചുപോയി സോ ലോങ് എഗോ. പുള്ളിക്കാരൻ ധീരനും ഒരു യോദ്ധാവായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം ഇത്രയ്ക്കും ഒരു വലിയൊരു പ്രതിമ, അതും ക്ലീവിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വെക്കണം എന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ നിസ്സാരക്കാരനല്ല. പുള്ളിക്കാരനും പുള്ളിക്കാരൻ്റെ കുതിരയും ആണ് ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റിയിട്ടുള്ളത്. ആൻഡ് പുള്ളിക്കാരനും പുള്ളിക്കാരൻ്റെ പ്രതിമയും. പിന്നെ പ്രത്യേകിച്ച് ആളൊന്നുമില്ല. ഇപ്പോൾ പുള്ളിക്കാരൻ കുറേ കഷ്ടപ്പെട്ടിട്ട് ഈ ഭാഗമൊക്കെ കീഴടക്കിയതിന് ശേഷം പ്രതിമയായി. ഇപ്പോൾ ഈ ഭാഗത്തൊന്നും ആരുമില്ല. നമ്മളെല്ലാവരും ഒരു ദിവസം മരിച്ചു പോകും. സോ ഇതേപോലെ പ്രതിമയൊന്നും ആയില്ലെങ്കിലും നമ്മൾ അറ്റ്ലീസ്റ്റ് പെട്ടിയുടെ ഉള്ളിലെങ്കിലും ആവുമെന്ന് വിശ്വസിക്കണം. സോ ഇതേപോലത്തെ വീഡിയോസൊക്കെ ആവും കാണാൻ പറ്റുന്നുണ്ടാവുക. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവിടെ വന്നിട്ട് എന്തൊക്കെ ജോലി ചെയ്യാം, പിന്നെ ഇവിടെ വന്നിട്ട് എങ്ങനെയൊക്കെയാണ് വരുമാന മാർഗം, ചിലപ്പോൾ കമ്മിങ് ഡേയ്സിലോ അല്ലെങ്കിൽ വീക്കിലോ മന്തിലോ ഇയറിലോ പ്ലാനൊക്കെ ചിലപ്പോൾ ഞാൻ അതേപോലത്തെ കാര്യങ്ങളൊക്കെ പറയാനുണ്ടാവും. ബട്ട് ഇപ്പോൾ അതൊന്നും പറയാനില്ല. ഞാനൊരു ചെറിയൊരു പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. പഠിക്കുന്ന സ്റ്റുഡൻ്റാണോ നീ? പഠിക്കുന്ന സ്റ്റുഡൻ്റാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും എല്ലാ സമയത്തും ഓരോ കാര്യങ്ങൾ പഠിക്കും. ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ എല്ലാ കാര്യങ്ങളും പഠിച്ച കാര്യങ്ങൾ നമ്മളിപ്പോഴും ഉപയോഗിക്കണം എന്നൊന്നുമില്ല. ബട്ട് ജീവിതത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലായിട്ട് ഒടുക്കത്തെ മോട്ടിവേഷൻ ഞാൻ നിർത്തട്ടെ. അപ്പോൾ ഇങ്ങനത്തെ ഓരോ വീഡിയോസൊക്കെ ഉണ്ടാവുക, അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ വീഡിയോസൊന്നും ഉണ്ടാവില്ല. സോ ചിലപ്പോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിളായിട്ടുള്ള വീഡിയോസ് ഉണ്ടാവും, ചിലപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ചുമ്മാ നടന്ന് പാട്ടൊക്കെ പാടി നടക്കുന്ന വീഡിയോസാവും, ചിലപ്പോൾ കാണുന്ന കാഴ്ചകളും കേൾക്കുന്ന ശബ്ദങ്ങളും അതൊക്കെയാവും നിങ്ങൾക്ക് കാണാൻ പറ്റുക. എൻ്റെ ക്യാമറയിൽ കാണുന്ന സാധനങ്ങളും ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ, നിങ്ങൾ കാണണമെന്ന് ആഗ്രഹിക്കുന്ന സാധനങ്ങളാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, സോ അങ്ങനെ അപ്പോൾ ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി എല്ലാ ആഴ്ചയും ഇതേപോലത്തെ ഓരോ വീഡിയോസ് വരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഗ്രഹിക്കുന്നു. എൻ്റെ വാക്കുകൾ ഇനി അധികം സംസാരിച്ച് ഞാൻ ഭയങ്കരമായിട്ട് ലെങ്തി ആക്കണില്ല. സോ ക്ലീവിൻ്റെ കാസ്റ്റലിൻ്റെ മുൻപിൽ നിന്നും ക്യാമറാമാനോടൊപ്പം ഞാൻ തന്നെ സൈനിങ് ഓഫ്. താങ്ക് യു.